ഇത്രയും കിള്ളം പടം ഈ ഇടയ്ക്ക് ഇത്രയും സെറ്റായിരുന്നു. വേറെ പറയാനൊന്നുമില്ലായിരുന്നു. ഫഹദ് ഫാസിലിന്റെ ആ ഒരു പ്രസൻസ് ഉണ്ടല്ലോ, അത് വേറെ ലീഗായിരുന്നു. ഞാനൊരു സിനിമാ നിരീക്ഷകനല്ല, സോ സൂപ്പർ ഫഫയുടെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നല്ല രസമായിരുന്നു. ഫഹദ് ഫാസിലിൻ്റെ അഭിനയം കട്ട സീൻ, ഒരു രക്ഷയില്ല. ചേട്ടാ സൂപ്പർ പടമായിരുന്നു കേട്ടോ. അയ്യോ കിടിലം പടം, ഒരു രക്ഷയില്ലാത്ത പടം. ഫഹദ് ഫാസിലിന്റെ ആ ഒരു പ്രസൻസ് ഉണ്ടല്ലോ, അത് വേറെ ലീഗായിരുന്നു. പറയാതിരിക്കാൻ പോയി, കിടിലം പടം കേട്ടോ. അടിപൊളി കൊള്ളാം, അടിപൊളി, സൂപ്പറായിരുന്നു. പടത്തെക്കുറിച്ച് ഫഹദ് ഫാസിലിൻ്റെ ഫാനാണ്. പിന്നെ ഏകദേശം നല്ല രീതിയിൽ തന്നെ സിനിമ സൂപ്പറായിട്ടുണ്ട്. എല്ലാം നല്ല സൂപ്പറായിട്ട് ഹിറ്റാവും. എന്തായാലും നല്ല സിനിമയായിരുന്നു. സൂപ്പർ പടം, ഒന്നും പറയില്ല. സൂപ്പർ, ഗംഭീരമായിരുന്നു, വേറെ ലെവൽ. ഇത്രയും കിള്ളം പടം ഈ ഇടയ്ക്ക് ഇത്രയും സെറ്റായിരുന്നു. വേറെ പറയാനൊന്നുമില്ലായിരുന്നു. കിടിലം എന്നൊക്കെ പറഞ്ഞ മാസ്, ഫാസിലൊക്കെ മാസ് എൻട്രി, രോമാഞ്ചം. അരെ മോനെ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിരുന്നു ഫിലിം. ഫഹദ് എന്ത് പറയാൻ, ഒട്ടും പ്രതീക്ഷിക്കുക ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്ന പ്രതീക്ഷിച്ചില്ല. നന്നായി അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും നല്ല എൻ്റർടൈനിങ് ആണ് സിനിമ. അടിപൊളി, പറയാൻ വാക്കുകളില്ല. നല്ല പടം കണ്ടോണ്ടിരിക്കും. നല്ല അടിപൊളി പടം. രോമാഞ്ച് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. മൊത്തത്തിൽ വേറെ ജോണറാണ്. അത് ഹൊറർ അല്ലേ, ഇത് കുറച്ചുകൂടി നല്ല അങ്ങനെ ഒന്നുമില്ല. മിഥുനൊക്കെ നല്ല അഭിനയിച്ചിട്ടുണ്ട്. ആ പയ്യൻ നല്ല കൊള്ളാം. നല്ല പടം, അടിപൊളി പടം. ഫുൾ സ്റ്റണ്ടും പരിപാടിയും തന്നെ. എല്ലാവരും എൻജോയ് ചെയ്തു. തിയേറ്ററിൻ്റെ അകത്തുനിന്ന് എല്ലാവരും ഡാൻസിങ് ആണ്. ഞാനൊരു സിനിമാ നിരീക്ഷകനല്ല, സോ ഞാൻ പടം കാണാൻ വന്നത് എൻജോയ് ചെയ്യാനാണ്. കൊടുത്ത പൈസയൊക്കെ ഉണ്ട്. എടാ മോനെ, മാസ പടമായിരുന്നു. അഭിനയമൊക്കെ നല്ലതായിരുന്നു. ചിരിക്കാനൊക്കെ നല്ല കോണ്ടന്റ് ഉണ്ടായിരുന്നു. നല്ല പടമായിരുന്നു. 2.5 hours എൻജോയ് ചെയ്യാം. നല്ല പടമാണ്. ഒരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിൽ അടിപൊളി പടമാണ്.